മുഖ്യമന്ത്രിയുടെ സ്വന്തക്കാരെന്ന് പറഞ്ഞാണ് ധർമ്മടം മേഖലയിൽ വൻതോതിൽ അനധികൃത മണൽവാരൽ നടക്കുന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. എന്നാൽ ധർമ്മടം പുഴയിൽ നടക്കുന്ന മണൽവാരലിനെ കുറിച്ച് മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ അറിവില്ല. സ്വകാര്യ കമ്പനിയാണ് അനധികൃത മണലൂറ്റലിന് പിന്നിലെന്നാണ് വിവരം. വീണ്ടും മണൽ ഖനനം ആരംഭിച്ചതോടെയാണ് അഞ്ചരക്കണ്ടി പുഴ സംരക്ഷണ സമിതി പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. സ്ഥലത്ത് പോലീസ് എത്തിയതോടെ സമരസമിതി പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ബോട്ട് സർവീസിന്റെ പേരിൽ വൻതോതിലുള്ള മണലൂറ്റലാണ് അഞ്ചരക്കണ്ടി പുഴയുടെ ഭാഗമായ ധർമ്മടത്ത് നടക്കുന്നത്. ശേഖരിക്കുന്ന മണൽ നിക്ഷേപിച്ചിരിക്കുന്നത് പുഴയോരത്തെ ഏക്കർ കണക്കിന് കണ്ടൽക്കാടുകൾക്ക് മുകളിലാണ്. പരന്നുകിടക്കുന്ന കണ്ടൽക്കാടുകൾക്ക് ഇടയിൽ ഇത്തരത്തിൽ ടൺ കണക്കിന് മണലാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. ഇതിനിടെ പുഴയ്ക്ക് നടുവിൽ മണലൂറ്റ് സംഘം റിസോർട്ട് നിർമ്മാണവും ആരംഭിച്ചു കഴിഞ്ഞു. കണ്ടൽക്കാടുകൾ നശിപ്പിച്ച് അതിനു മുകളിൽ മണൽ നിക്ഷേപിച്ച സ്വകാര്യ കമ്പനിക്കെതിരെയും ഇതിന് ഒത്താശ ചെയ്തവർക്കെതിരെയും കേസെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സംഭവത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. സീ മലയാളം ന്യൂസ്, കണ്ണൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.